നല്ല വീതിയുള്ള റോഡാണ്. പിന്നെ അധികം തിരക്കില്ല. ഒരുപാട് ഇതുവഴി രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരുപാട് പേര് നടക്കാനായിട്ട് വരുന്നുണ്ട്. ചെറിയ ചെറിയ വള്ളങ്ങളും പിന്നെ ഇതുവഴി ബോട്ട് സർവീസ് ഉണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് കായലിന്റെ കാഴ്ചകൾ കാണുന്നു. നമ്മുടെ മലയാള സിനിമയുടെ മഹാനടനായിരുന്ന ജയൻ സാറിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഓലേരി നഗറാണിത്. ആ റാവിസ് ഹോട്ടലിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കടവൂര് പള്ളിയും കാണാൻ പറ്റും. ഒരു സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടൽ ഓൾ സീസൺ എന്ന് പറയും. ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് ബോർഡ് കാണാം. ഹൈസ്കൂൾ ജംഗ്ഷനിലേക്കും കളക്ടറേറ്റിലേക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കാണുന്നത് കൊല്ലം ജില്ലയിലെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ലിങ്ക് റോഡിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ലിങ്ക് റോഡ് വരുന്നത് കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുനിന്ന് നേരെ നമ്മുടെ മലയാള സിനിമയിലെ മഹാനടനായ ജയൻ സാറിന്റെ സ്വന്തം നാടായിട്ടുള്ള ഓലേരി നഗർ വഴി ഈ കാണുന്ന KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് ആശ്രാമം വരെയാണ്. കൊട്ടാരക്കര ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഈ വഴി വരുവാണെങ്കിൽ കൊല്ലം ആ ഒരു ജംഗ്ഷനിലെ തിരക്കും പിന്നെ ആ ഒരു കോൺവെന്റ് ജംഗ്ഷനിലെ ചെറിയ ബ്ലോക്ക് പിന്നെ ചിന്നക്കടയൊക്കെ ടച്ച് ചെയ്യാതെ നമുക്ക് ഈ വഴി നേരെ ആശ്രമം ഗ്രൗണ്ടിന്റെ ആ ഒരു ബസ് സ്റ്റോപ്പിനടുത്ത് വരെ പോകാം. ഈ ഒരു റോഡ് നല്ല റോഡാണ്, നല്ല ടാറിങ്ങുമാണ്. അതേപോലെ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. പിന്നെ അധികം തിരക്കില്ല. ഒരുപാട് വാഹനങ്ങളൊന്നും പോകുന്ന റോഡല്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആശ്രമം വരെ പോകാൻ പറ്റും. ഈ ഒരു പാലത്തിന്റെ ആ ഒരു നടപ്പാത, പാലത്തിന്റെ സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന അത് നല്ല വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഉണ്ട്. ഇതുവഴി രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരുപാട് പേര് നടക്കാനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കായലിന്റെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അഷ്ടമുടി കായലിൽ മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ ചെറിയ വള്ളങ്ങളും പിന്നെ ഇതുവഴി ബോട്ട് സർവീസ് ഉണ്ട്. കൊല്ലം പ്ലാവറ പിന്നെ സാമ്പ്രാണിക്കോടി അതേപോലെ അഷ്ടമുടിയുടെ ബോട്ട് ട്രിപ്പ് അങ്ങനെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ വരെ പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ആ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് കയറി നിന്നിട്ട് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി കുറച്ച് സ്ഥലം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പാലം കയറി വരുന്ന വഴിക്ക് നല്ലൊരു ടേണിംഗ് ഉണ്ട്. ആ ഒരു ടേണിംഗ് ഇങ്ങനെ വളഞ്ഞു പോകുന്നതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട്. ഈ സൈഡിലായിട്ടാണ് ഇവിടെ വരുന്ന ആൾക്കാർ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് കായലിൻ്റെ കാഴ്ചകൾ കാണുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വണ്ടി നിർത്തിയിടാൻ പാടില്ല. ഇവിടെ നോ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നതാണ് നോ പാർക്കിംഗ് എന്നുള്ളത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്താൽ പെറ്റി കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട്. ഇവിടെ ഇടയ്ക്കൊക്കെ പോലീസ് വരുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ മാറ്റാൻ പറയുന്നുണ്ട്. അപ്പം ഫൈൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ ആ ഒരു KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു പാലം കഴിയുന്ന ഒരു ഭാഗത്തോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ വരുന്ന ചിലരൊക്കെ ഈ കാണുന്ന പോലെയല്ല, അത് കുറച്ചുകൂടെ മുന്നോട്ട് വണ്ടി നിർത്തും. അതായത് വാഹനങ്ങൾ പോകുന്നതിൻ്റെ ആ ഒരു റോഡിൻ്റെ സൈഡിലായിട്ട് ആ ഒരു ഭാഗത്തൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യുമ്പം മറ്റുള്ള യാത്രക്കാർ ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് അത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. പെറ്റി കിട്ടും എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമല്ല, മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മളൊരു സ്ഥലം കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ കാണുന്നത് തേവള്ളി പാലമാണ്. ആ തേവള്ളി പാലത്തിൻ്റെ തൊട്ട് പിറകിലായിട്ട് തന്നെ നമുക്ക് റാവിസ് ഹോട്ടൽ കാണാൻ പറ്റും. ആ റാവിസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കടവൂര് പള്ളിയും കാണാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴീ കാണുന്നത് കടവൂര് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടൽ ഓൾ സീസൺ എന്ന് പറയും. ആ കാണുന്ന ഭാഗത്തുള്ളതാണ് അഡ്വഞ്ചർ പാർക്ക്.
ഒരു പാലത്തിൻ്റെ ആ ഒരു പണി തീരാത്ത കിടക്കുന്ന ആ ഒരു ഭാഗം വരെ നമുക്ക് മുമ്പ് പോകാൻ പറ്റുമായിരുന്നു. ആ ഒരു എൻഡിൽ പോയി നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഒരു തേവള്ളി പാലം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ആ ഒരു റാവീസ് ഹോട്ടൽ, പിന്നെ ആ ഒരു കടവൂര് പള്ളി കുറച്ചുകൂടെ ഭയങ്കര വ്യൂ ആണ് ആ ഒരു സൈഡിൽ നിന്നിട്ട് കാണുമ്പോൾ. ഇപ്പോൾ ഇവിടെ കൊണ്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് ഈ ഒരു പാലത്തിലേക്ക് കയറുന്ന ഭാഗമാണ് കാണിച്ചത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ പാലത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് ബോർഡ് കാണാം, ഹൈസ്കൂൾ ജംഗ്ഷനിലേക്കും കളക്ടറേറ്റിലേക്കും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തേവള്ളിയിലേക്കും പോകാൻ പറ്റും. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ ഒരു വഴിയിൽ കൂടെ വരുമ്പോൾ ഉള്ള ഒരു പാലത്തിലേക്ക് കയറുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നിന്നാണ് പാലം തുടങ്ങുന്നത്. ഇവിടെ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, കൊട്ടാരക്കര പിന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാനുള്ള വഴിയാണെന്നുള്ളത്. ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഒരു സ്റ്റോപ്പിൽ നിന്ന് നേരെ വരുമ്പോൾ കാണുന്ന ഒരു പാലത്തിൻ്റെ തുടക്ക സ്ഥലമാണ്. ഇവിടെ നിന്നാണ് പാലം തുടങ്ങുന്നത്. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗം വരെയാണ്. ഈ ഒരു പാലം കഴിഞ്ഞ് ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മുടെ മലയാള സിനിമയുടെ മഹാനടനായിരുന്ന ജയൻ സാറിൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഓലയിൽ നഗറാണിത്. ഇവിടെ ജയൻ സാറിൻ്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ചെയ്തു വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഹൈസ്കൂൾ ജംഗ്ഷൻ വഴി വരുന്നവർക്ക് ഈ കാണുന്ന കൊച്ചുകൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് നേരെ ഓലയിൽ കടവ് റോഡാണ്. ഈ റോഡ് വഴി പോകുമ്പോഴാണ് ലിങ്ക് റോഡ്. ഇതുവഴി പോകുമ്പോൾ ആ ഒരു ജയൻ്റെ പ്രതിമയുള്ള ഒരു ജംഗ്ഷൻ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് KSRTC ബസ് സ്റ്റാൻഡ്, അവിടുന്ന് നേരെ ആശ്രാമം